ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻഡി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വീഡിയോ ആണ്. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ്. സാധാരണ നമ്മളെ ഡെൻഡ്രോബിയം ഓർക്കിഡിനെയൊക്കെ അപേക്ഷിച്ചിട്ട് വളരെ കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ ചിലവിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഓർക്കിഡാണ്. വീടുകളിൽ നമുക്ക് ഓർക്കിഡൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ നമ്മൾ സാധാരണ പോട്ടി മിക്സിൽ തന്നെ വെച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർക്കിഡാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന്. വളരെ പെട്ടെന്ന് തന്നെ പൂവുണ്ടാവുകയും അതുപോലെ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായി കിട്ടുകയും ചെയ്യുന്ന ഒരു ടൈപ്പും കൂടിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. നമ്മളെ കയ്യിലിപ്പം ഒരു 2-3 കളർ വെറൈറ്റിയിലുണ്ട്. ഈ ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ പല തരത്തിലുണ്ട് കേട്ടോ. നമ്മുടെ നല്ലൊരു വലുതായിട്ട് വരുന്നതും ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയും ഉണ്ട്. നമ്മളടുത്ത് ഒരു 3 കളർ വെറൈറ്റിയാണ് ഉള്ളത്. ഒരു വൈറ്റ് ഉണ്ട്, പിന്നെ ലാവൻഡർ ഷെയ്ഡും, പിന്നെ നല്ലൊരു ഡാർക്ക് വയലറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ഷെയ്ഡും കൂടിയാണ് ഉള്ളത്. ഇത് സാധാരണ ഗ്രൗണ്ട് ഓർക്കിഡിൽ നിന്നും കുറച്ചൊരു വെറൈറ്റിയാണ്. നമുക്ക് ലീഫുകളും അതിൻ്റെ പൂക്കളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം കുറച്ചും കൂടി ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. കുറച്ചൊരു ഡോർക്ക് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. മറ്റേതിൻ്റെ അത്ര ഹൈറ്റിലും അതുപോലെ തന്നെ പൂക്കളായാലും കുറച്ച് ചെറിയ പൂക്കളാണ് വരുന്നത്. ഇതിൻ്റെ പോട്ടി മിക്സ് നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഓർക്കിഡ് നടുന്ന പോലെ കരിക്കട്ടയോ ചകിരിച്ചണ്ടിയോ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. സാധാരണ നമ്മൾ മണ്ണാണ് ഇതിൽ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത്. എന്നാലും ഒരുപാട് വേരുകളൊക്കെ വളർന്നു വരുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് തന്നെ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു സ്പോട്ട് നോക്കിയാൽ അറിയാം, നമ്മൾ സാധാ മണ്ണ് ചകിരിച്ചണ്ടിയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വേരുകൾ കണ്ടില്ലേ പുറത്തേക്ക് വരും. എത്രയേറെ ഓർക്കിഡിൻ്റെ ഒരു ഗുണം കാണിക്കുന്നു ഈ ചെടികളും. ഈ ഒരു അന്തരീക്ഷത്തിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നത് ഈ വേര് വഴിയാണ്. സാധാരണ നമ്മൾ ഹോളുകളുള്ള കരിക്കട്ടയും അതുപോലെ തന്നെ ഓട്ടും കഷ്ണമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുക ഡെൻഡ്രോബിയം പോലുള്ള ഓർക്കിഡിന്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നിറച്ചും തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു പോട്ട് നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു ഓർക്കിഡ് ഉണ്ടാവുന്നത്. സാധാരണ ഓർക്കിഡിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. നമ്മളൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചാൽ നമുക്ക് ഇത്രയും പൂക്കൾ ഉണ്ടാവില്ല. ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റെങ്കിലും ഈ ഒരു ചെടികൾക്ക് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഇത് ടെറസിൻ്റെ മുകളിലാണ് ഈ ചെടി നട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീസണിലും ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നത്. പക്ഷേ ഒരുപാട് ഡാർക്ക് വെയിലാവുന്ന സമയത്ത് ഇലകളൊക്കെ കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസും ഉണ്ട്. ഇപ്പോൾ ഒരു മഴക്കാലത്തിൻ്റെ ഒക്കെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ചെടികളിൽ നിറച്ചും പുഴുക്കൾ അതുപോലെ തന്നെ ഫംഗസ് കീടങ്ങളൊക്കെ വരാനുള്ളൊരു ചാൻസും ഉണ്ട്. അതൊക്കെ മുൻനിർത്തിയാണ് നമ്മളിപ്പം മുകളിലേക്ക് ഈ ഒരു ചട്ടി മാറ്റി വെച്ച് കൊടുത്തത്. ഇതുപോലെ പോട്ടിൽ വെച്ച് കൊടുത്താലുള്ളൊരു കാര്യം ഇതാണ്, സീസൺ അനുസരിച്ച് നമുക്ക് ചെടി മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം മഴയൊന്നും കൊണ്ടുകഴിഞ്ഞാൽ സാധാ ഓർക്കിഡിനെ പോലെയൊന്നും ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് പെട്ടെന്ന് കേട് വരാറില്ല. ഡയറക്റ്റ് സൺലൈറ്റിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെങ്കിൽ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. കാരണം പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങിപ്പോകും. നമുക്കിപ്പോൾ തന്നെ ഈ ഒരു മുകളിൽ വെച്ചതുകൊണ്ട് ഇതിൻ്റെ പൂക്കളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഉണ്ടായിക്കഴിഞ്ഞ പൂക്കളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പോട്ടിൽ അത്യാവശ്യം പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾ വെക്കാൻ മറക്കരുത്. ഇതൊക്കെയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കാര്യങ്ങൾ. സിമ്പിളായിട്ടുള്ള കെയറാണ്. അപ്പം ഓർക്കിഡൊക്കെ വെച്ച് വളർത്താനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഓർക്കിഡ് ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾ കാണാനായാലും നല്ല ഭംഗിയാണ്. ഒരു പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച വരെയൊക്കെ ഇതിൻ്റെ പൂവ് നിലനിന്ന് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ടാവുമ്പം നമുക്ക് ഒരു 2-3 മാസം വരെ നല്ല രീതിയിൽ തന്നെ പൂക്കൾ എപ്പോഴും ഈ ചെടിയിൽ കാണാൻ കഴിയും. ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് പുതിയ വീട്ടിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി ഉണ്ടായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ തൈ അകത്തുന്നതും അത് പുതുതായിട്ട് റീപോർട്ട് ചെയ്യുന്നു അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. 2 ദിവസം മുന്നേ നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ കെയറുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെടുത്ത് ഇതുപോലത്തെ ഗ്രൗണ്ട് ഓർക്കിഡ്, ഡെൻഡ്രോബിയം ഓർക്കിഡ്, അതുപോലെ തന്നെ PGN ഡാൻസിങ് ലേഡി ഒക്കെ ഉണ്ട്. സിമ്പിളായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലൊക്കെ പൂവിടുമ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം, കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ റീപോർട്ടിങ്ങും തൈ എടുക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ചെടിയിലെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ വീഡിയോസ് ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസും നമ്മുടെ ഗാർഡനും അതുപോലെ തന്നെ പൂക്കളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.